സോ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിന്റെ ഡെറിവേഷൻ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ നേരെ നമുക്ക് ഡെറിവേഷനിലോട്ട്. സോ ഫസ്റ്റ് ഫിഗർ എങ്ങനെ വന്നേ നോക്കാം. നമ്മുടെ കയ്യിലൊരു മേജർ പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിനെ നമ്മൾ ക്യൂ എന്ന് വിളിച്ചു. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിന് ചുറ്റും എന്തുണ്ടെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഫോഴ്സ്. നമ്മൾ ഇതിൻ്റെ ഒരു എക്സ് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് പി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളൊരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് വെച്ച് ആ യൂണിറ്റ് ടെസ്റ്റ് ചാർജിന്റെ വാല്യൂ എന്ന് പറയുന്നത് +1 ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഇതേ ഡയറക്ഷൻ എഫ്. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ഈ യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ച്, അതായത് dr ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ച് തിരിച്ച് എ എന്ന് പറയുന്ന പോയിന്റിലെത്തി. നമുക്ക് ഇവിടെ സംഭവിക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡെറിവേഷനിലോട്ട് പോകാം. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് പോയിന്റ് ചാർജ്, +1 എന്ന് പറയുന്നത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് Q0, പി എന്ന് പറയുന്നത് പോയിന്റ് വെയർ +1 ചാർജ് ഈസ് പ്ലേസ്ഡ്, എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ, എ എന്ന് പറയുന്നത് പോയിന്റ് വെയർ യൂണിറ്റ് ചാർജ് അല്ലെങ്കിൽ +1 ചാർജ് മൂവ് ചെയ്ത് വരുന്ന സ്ഥലമാണ് എ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ആർ. ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് എ. പിന്നെ വരുന്നത് ഡി ആർ. ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി ആർ അല്ല, ഇത് ഡി എച്ച് ആണ്. ഡി എച്ച് എന്ന് പറയുന്നത് ഇത് തൊട്ട് ഇതുവരെയുള്ള സ്മോൾ ഡിസ്റ്റൻസിനെയാണ് ഡി എച്ച് എന്ന് പറയുന്നത്. സ്മോൾ ഡിസ്റ്റൻസ് അല്ല, സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. എഫ് എന്ന് പറയുന്ന ഫോഴ്സ്. കൂളംസ് ലോ അനുസരിച്ച് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F is equal to 1/4πε0 Q1 Q2 by h square. സോ എഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ Q1 എന്ന് പറയുന്നത് പ്ലസ് ക്യൂവും Q2 എന്ന് പറയുന്നത് +1 ആണ്. അപ്പം കൂളംസ് ലോ അനുസരിച്ച് ഇക്വേഷൻ എങ്ങനെ മാറും? 1/4πε0 Q into +1/h square. അപ്പോൾ കൂളംസ് ലോ അനുസരിച്ച് ഇതാണ് ഇക്വേഷൻ. ഇതിന് നമ്മൾ 1 എന്ന് പറയും. ഇനി അടുത്ത് ലെറ്റ് ദ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ബി ഡിസ്പ്ലേസ്ഡ് ടുവേർഡ്സ് ക്യൂ. അതായത് ഈ +1 എന്ന് പറയുന്ന ചാർജ് ക്യൂവിൻ്റെ അടുത്തോട്ട് ഡിസ്പ്ലേസ് ആവുകയാണ്. അങ്ങനെ പതുക്കെയാണ് ഡിസ്പ്ലേസ് ആണ്. +1 എന്ന് പറയുന്ന ചാർജ് ക്യൂവിൻ്റെ അടുത്തോട്ട് ഡിസ്പ്ലേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡി എച്ച് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലോട്ടാണ് ഡിസ്പ്ലേസ് ആയത്. അതായത് ഇവിടെ ഇരിക്കുന്ന +1 ചാർജ് ഇവിടെ നിന്ന് ഡിസ്പ്ലേസ് ആയിട്ട് ഈ ഒരു എ എന്ന് പറയുന്ന പോർഷനിലോട്ട് വരെയാണ്. സോ ഒരു സാധനം നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുന്ന സമയത്ത് അവിടെ നടക്കുന്നത് ഒരു വർക്കാണ്. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നടക്കുന്ന ഒരു ചെറിയ വർക്കായതുകൊണ്ട് dW എന്ന് എഴുതും. dW ഈസ് ഈക്വൽ ടു ഫോഴ്സ് F ഡോട്ട് എത്ര ദൂരമാണ് ഇത് ഡിസ്പ്ലേസ് ആയത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ് ഈ ഡി എച്ച്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡി എച്ച് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഈ ഡോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കോസ് കൊണ്ട് ഇൻറ്റു ചെയ്യും. ഡി എച്ച് കോസ് തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ ഇടയിലുള്ള ആംഗിൾ, അതായത് ഈ ഒരു ആംഗിൾ ആണ് തീറ്റ. dW ഈസ് ഈക്വൽ ടു FDH cos 180. cos 180 എന്ന് പറയുന്നത് -1 ആണ്. cos 180 എന്ന് പറയുന്നത് -1. dW ഈസ് ഈക്വൽ ടു FDH ഇൻറ്റു -1. dW എന്ന് പറയുന്നത് -FDH എന്ന ഇതിനെ ഇക്വേഷൻ 2 എന്ന്. സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ
ഒരു ചെറിയ വർക്ക് ഡൺ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഡി എച്ച്. സപ്പോസ് ഇൻഫിനിറ്റിയിലാണ് E+1 ചാർജ് ഇരിക്കുന്നത്. ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റ് എയിലോട്ട് ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് വർക്ക് ഡൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റിയാണ്. ഈ ക്യൂ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് ആറാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റ് വരെ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത് ഇൻഫിനിറ്റി തൊട്ട് 6 വരെ. ഇന്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് എഫ് ഡി എച്ച് ഏതൊട്ട് ഇതുവരെ ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു 6 വരെ. നേരത്തെ ഇന്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇന്റഗ്രലിന്റെ ഫോർമുല ഉപയോഗിച്ച് ഇന്റഗ്രേഷന്റെ ഫോർമുല ഉപയോഗിച്ച് ഇന്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡി ഡബ്ല്യു നമ്മൾ എഫിന്റെ വാല്യൂ കണ്ടുപിടിച്ച് എഫിന്റെ വാല്യൂ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഇക്വേഷൻ 1ൽ. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ വാല്യൂ ഇൻഫിനിറ്റി ടു ആർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വാല്യൂ എത്രയാണ്? Q/4πε0 ഇൻറ്റു 1/² dx. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യണത് dxനാണ്. അപ്പോൾ എക്സ് മാത്രമുള്ള ടേം അകത്തിട്ടിട്ട് ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് വെളിയിലെടുക്കും. W ഈസ് ഈക്വൽ ടു മൈനസ് Q/4πε0 ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/h² dx. ഇന്റഗ്രേഷന്റെ ഫോർമുല അനുസരിച്ച് 1/h² ഇന്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് 1/x ആണ്. ഇന്റഗ്രേഷന്റെ ഫോർമുല എടുത്ത് നോക്കിയാൽ മതി. അതിൽ ഇങ്ങനെയാണ് 1/h² ഫോർമുല ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. W ഈസ് ഈക്വൽ ടു Q മൈനസ് Q/4πε0 ലിമിറ്റ് മൈനസ് 1/h² ഫോർമുല മൈനസ് 1/x ഏത് തൊട്ട് ഏത് വരെ? ഇൻഫിനിറ്റി തൊട്ട് 6 വരെ. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്. നമ്മൾ W ഈക്വൽ ടു മൈനസ് Q/4πε0 ഈ മൈനസ് നമുക്ക് വെളിയിലെടുത്ത് ഇതുമായിട്ട് ചേർത്ത് പ്ലസ് ആക്കി. അപ്പോൾ 1/h മാത്രമാണ് ബ്രാക്കറ്റിൽ. ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 1/r മൈനസ് 1/∞. W എന്ന് പറയുന്നത് Q/4πε0 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയിപ്പോകും. ഇൻറ്റു 1/r. പിന്നെ തേർഡ് ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. സോ നമുക്ക് കിട്ടിയ വർക്ക് ഡൺ ഇക്വേഷൻ എന്താണെന്ന് W ഈസ് ഈക്വൽ ടു 1/4πε0 Q/r. Suppose work done in bringing a unit positive charge from infinity to a given point in the electric field of source is equal to electric potential of source charge at that point. വേറൊന്നുമല്ല, അതായത് ഇവിടുത്തെ വർക്ക് ഡൺ തന്നെയാണ് ഇവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി റെപ്രസെന്റ് ചെയ്യണ ലെറ്റർ എന്ന് പറയുന്നത് V ആണ്. ഇവിടെ കിട്ടിയ വർക്ക് ഡൺ തന്നെയാണ് ഇവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. V(R) എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആവും. V ഈക്വൽ ടു 1/4πε0 Q/r. ഈ Q നമുക്ക് സ്മോൾ ലെറ്ററും കൊടുക്കാം. നമ്മളിപ്പം വലിയ ക്യാപിറ്റൽ എടുത്തുകൊണ്ടാണ് വലിയ ക്യാപിറ്റൽ കൊടുത്തത്. ഇതാണ് നമ്മുടെ ഡെറിവേഷൻ. V is equal to 1/4πε0 Q/r.